കർബലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പേരുകൾ ഓർമ്മ വരും. പക്ഷേ ചരിത്രം ഒരുപക്ഷെ മനഃപൂർവ്വം മറന്നുകളഞ്ഞൊരാളുണ്ട്. ആ മഹാദുരന്തത്തിന് ശേഷം നീതിക്കുവേണ്ടി മാത്രം ജീവിച്ചൊരാൾ. കർബലയുടെ പൊടിപടലങ്ങൾ അടങ്ങി ലോകം മുഴുവൻ നിശ്ശബ്ദമായപ്പോൾ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്നു. അതെ, ഞാൻ സംസാരിക്കുന്നത് മുഖ്താർ അൽ തഖാഫിയെക്കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ ഈ പേര്? സാധ്യത വളരെ കുറവാണല്ലേ? കർബലയുടെ യഥാർത്ഥ പ്രതികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുടെ കഥ എന്തുകൊണ്ടാണ് ചരിത്രപുസ്തകങ്ങളിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞുപോയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത്. അദ്ദേഹം തകർന്നുപോയ ഒരു ജനതയ്ക്ക് കൊടുത്ത ഒരൊറ്റ ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ: നീതി മണലിൽ കുഴിച്ചുമൂടാനുള്ളതല്ല. ഇതൊരു വെറും വാക്കല്ല. ആ ഒരു വാക്ക് സത്യമാക്കാൻ വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു മനുഷ്യന്റെ കഥയാണിത്. അപ്പോ മുക്താർ എന്ന ഈ മനുഷ്യനിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മളൊന്നും മനസ്സിലാക്കണം. ആ കാലഘട്ടം, ആ സാഹചര്യം, അതൊന്നറിഞ്ഞാലേ ഈ കഥയുടെ ആഴം നമുക്ക് പിടികിട്ടു. അത് ഉമയ്യദ് ഖിലാഫത്തിന്റെ കാലമായിരുന്നു. അധികാരം നിലനിർത്താൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഭരണകൂടം. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവര AD 70 എത്തുന്നത്, കർബലയിലേക്ക്. അതൊരു യുദ്ധം മാത്രമായിരുന്നില്ല, ശരിക്കും അതൊരു ധാർമ്മിക ഭൂകമ്പമായിരുന്നു. പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈനും അദ്ദേഹത്തിന്റെ കുടുംബവും, കൂടെയുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ഏറ്റവും വലിയ ദുരന്തമെന്താണെന്നോ? സഹായിക്കാമെന്ന് വാക്കു കൊടുത്തിട്ട് കൂഫയിലെ ജനങ്ങൾ ഭയം കാരണം മാറി നിന്നു. ആ ഒരു കുറ്റബോധമാണ് ഈ കഥയുടെയെല്ലാം തുടക്കം. പുറമേ എല്ലാം ശാന്തമായി, ഉമയൂദുകൾ കരുതി എല്ലാം കഴിഞ്ഞെന്ന്. പക്ഷേ ആ നിശബ്ദതയ്ക്ക് താഴെ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അപമാനത്തിന്റെയും കുറ്റബോധത്തിന്റെയും പിന്നെ നീതിക്കു വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹത്തിന്റെയും. കർബലയിൽ നിന്ന് രക്ഷപ്പെട്ട സൈനബ്ദിന്ത അലിയെപ്പോലുള്ള സ്ത്രീകളുടെ വാക്കുകൾ ആ തീപ്പൊരിക്ക് കാറ്റായി മാറി. അപ്പോ ഈയൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നായകൻ വരുന്നത്. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പടച്ചട്ടയണിഞ്ഞ ഒരു യോദ്ധാവിനെ ആയിരിക്കും, അല്ലേ? പക്ഷേ അല്ല. മുക്താർ അന്നൊരു തടവുകാരനായിരുന്നു, ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന പടിയിൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ. കർബലയിൽ ആ കൂട്ടക്കൊല നടക്കുമ്പോ ഹുസൈനെ സഹായിക്കാൻ കൂഫയിലെ ജനങ്ങളെ ഒരുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മുക്താർ ജയിലിലാണ്. പുറത്ത് നടക്കുന്ന ക്രൂരതയെ കേട്ട് ഒന്നും ചെയ്യാനാവാതെ ആ അഴികൾക്കുള്ളിൽ നിസ്സഹായനായി ഇരിക്കേണ്ടിവന്നു. ആ നിസ്സഹായതയാണ് പിന്നീട് ആളെ കത്തുന്ന ഒരു പ്രതിജ്ഞയായി മാറിയത്. 4 വർഷം, നീണ്ട 4 വർഷം അദ്ദേഹം ജയിലിൽ എല്ലാം ആസൂത്രണം ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ അതൊരു തകർന്ന മനുഷ്യന്റെ തിരിച്ചുവരവായിരുന്നില്ല, മറിച്ച് കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീജ്വാലയുമായിട്ടായിരുന്നു ആ വരവ്. ജനങ്ങളോട് അദ്ദേഹത്തിന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: മതി കരഞ്ഞത്, മതി വിലപിച്ചത്, ഇനി എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയമാണ്. അപ്പോ ചോദ്യം ഇതാണ്: ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയൊരാള് എങ്ങനെയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത്? അതിന്റെ ഉത്തരം മുക്താറിന്റെ സൈനിക തന്ത്രങ്ങളിലല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിനെ വായിക്കാനുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവിലായിരുന്നു. ഒന്നാമതായി, അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തിയില്ല. ഹുസൈനെ കൈവിട്ട ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്തത് കുറ്റപ്പെടുത്തലല്ല, മറിച്ച് പ്രായശ്ചിത്തം ചെയ്യാനുള്ളൊരവസരമാണ്. രണ്ടാമതായി, അദ്ദേഹം അന്നത്തെ സാമൂഹിക വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്തു. അറബികളല്ലാത്ത മവാലി എന്നറിയപ്പെട്ടിരുന്ന രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കപ്പെട്ടിരുന്നൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. മുക്താർ അവരെ തന്റെ കൂടെ കൂട്ടി, അവർക്ക് തുല്യത നൽകി. അതൊരു സൈനിക നീക്കം മാത്രമായിരുന്നില്ല, അതൊരു സാമൂഹിക വിപ്ലവം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു കലാപമല്ല, ഇത് പശ്ചാത്താപമാണ് എന്ന്. ഈയൊരു വാചകത്തിൽ എല്ലാമുണ്ട്. ഇതൊരു അധികാരക്കൊതിയുടെ കഥയല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മശുദ്ധീകരണത്തിന്റെയും നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും കഥയാണ്. അങ്ങനെ മുക്താർ തന്റെ സൈന്യത്തെ ഒരുക്കി. ഇനി വരുന്നത് കഥയുടെ ഏറ്റവും നിർണായകമായ ഭാഗമാണ്. കൂഫയുടെ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം അദ്ദേഹം കൊടുത്ത വാക്ക് പാലിക്കാൻ തുടങ്ങി. നീതിയുടെ വാക്ക്. ഒന്ന് സങ്കൽപ്പിക്കൂ, വർഷങ്ങളായി കുറ്റബോധത്തിൽ നീറിയ ആ കൂഫയുടെ തെരുവുകൾ, അവിടെ മുക്താറിന്റെ സൈന്യം അധികാരം പിടിച്ചെടുക്കുകയാണ്. കർബലയ്ക്ക് ശേഷം ആദ്യമായി ഹുസൈനെ നീതി വേണമെന്നാഗ്രഹിച്ചവരുടെ കൈകളിലേക്ക് ആ നഗരം വന്നെത്തുകയാണ്. പിന്നെ വേട്ട തുടങ്ങുകയായിരുന്നു. ഹുസൈന്റെ മരണത്തിന് കാരണക്കാരായ ഓരോരുത്തരെയും അവർ എവിടെ ഒളിച്ചാലും തേടിപ്പിടിച്ചു. ഹുസൈന്റെ തലയറുത്ത ഷിംഡ്, യസീദിന്റെ സൈന്യത്തെ നയിച്ച ഉമാർ ഇബ്നു സാദ്, അങ്ങനെ ഓരോരുത്തരെയായി നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നു. ഇവിടെയാണ് നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടത്: ഇത് നീതിയായിരുന്നോ അതോ പ്രതികാരമായിരുന്നോ? പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. കാരണം
മുഖ്താർ ചെയ്തത് കർബലയിലെ കൊലയാളികളെ ശിക്ഷിക്കുക എന്നത് മാത്രമല്ല, ഉമയ്യദ് ഭരണകൂടത്തിന്റെ അറബ് മേൽക്കോയ്മയെ കൂടി അദ്ദേഹം വെല്ലുവിളിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ 2 സൂപ്പർ പവറുകൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. ഒന്ന്, ഡമാസ്കസിലിരിക്കുന്ന ഉമ്മയ്യദ് ഭരണകൂടം. 2, മക്ക കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന എതിരാളിയായ ഇബ്ൻ സുബൈർ. 2 പേർക്കും മുഖ്താർ ഒരുപോലെ ഭീഷണിയായി. പിന്നെന്ത് സംഭവിക്കും? യുദ്ധം. അനിവാര്യമായ യുദ്ധം. അങ്ങനെ മുഖ്താറിന് 2 ശത്രുക്കളെ ഒരേ സമയം നേരിടേണ്ടി വന്നു. ഒടുവിൽ ഇബ്ൻ സുബൈറിന്റെ വലിയൊരു സൈന്യം കൂഫ വളഞ്ഞു. മുഖ്താറും അദ്ദേഹത്തിന്റെ ആളുകളും നഗരത്തിൽ ഒറ്റപ്പെട്ടു. അവിടെ വെച്ച് അദ്ദേഹത്തിന് കീഴടങ്ങാൻ ഒരവസരം കിട്ടി. പക്ഷേ മുഖ്താറിന്റെ മറുപടി ചരിത്രത്തിന്റെ ഭാഗമായി. അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അന്തസ്സോടെ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ആ വാക്കുകളോടെ അദ്ദേഹം തന്റെ വിധി സ്വയം തിരഞ്ഞെടുത്തു. അവസാനം കൂഫയുടെ കോട്ടവാതിലുകൾ തകർക്കപ്പെട്ടു. കീഴടങ്ങുന്നതിനു പകരം മുഖ്താർ തന്റെ വാളെടുത്ത് പുറത്തേക്ക് വന്നു. എണ്ണത്തിൽ വളരെ കുറവായിരുന്നു അവർ. പക്ഷേ ആരും തളർന്നില്ല. അവസാന ശ്വാസം വരെ പോരാടി. അദ്ദേഹം വീണു. അപ്പോ നമുക്ക് നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചുവരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ ചരിത്രം മറന്നത്? അതിന്റെ ഉത്തരം വളരെ സങ്കീർണമാണ്. രാഷ്ട്രീയവും ചരിത്രവും എങ്ങനെ എഴുതപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണത് കിടക്കുന്നത്. കാരണം മുഖ്താറിനെ എല്ലാവരും ഒരേപോലെയല്ല കാണുന്നത്. ഷിയാ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രവാചക കുടുംബത്തിനു വേണ്ടി നീതി നടപ്പാക്കിയ ഒരു ഹീറോയാണ്. എന്നാൽ പിന്നീട് വന്ന സുന്നി ഭരണകൂടങ്ങളുടെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ സംശയത്തോടെയാണ് കണ്ടത്. ഹുസൈന്റെ പേര് പറഞ്ഞ് സ്വന്തം അധികാരം ഉറപ്പിക്കാൻ ശ്രമിച്ച ഒരാളായി അവർ അദ്ദേഹത്തെ ചിത്രീകരിച്ചു. അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നോ? അതോ വിമതനായിരുന്നോ? ഒരു നായകനോ? അതോ അവസരവാദിയോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഒറ്റ ഉത്തരമില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്താറിന്റെ കഥയെ നമുക്ക് കറുപ്പും വെളുപ്പുമായി കാണാൻ കഴിയാത്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരൊറ്റ കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം. എല്ലാവരും ഭയന്ന് മുട്ടുകുത്തിയപ്പോ ഒരാള് മാത്രം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ലോകത്തെ ഒരു കാര്യം പഠിപ്പിച്ചു: പ്രവൃത്തിയില്ലാത്ത വിലാപം വെറുമൊരു നിഴലാണ്, എന്നാൽ നീതിക്കു വേണ്ടിയുള്ള വിലാപം മൂർച്ചയേറിയൊരു വാളാണ്. വെറുതെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, നീതിക്കു വേണ്ടി പോരാടണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് മുഖ്താർ അൽ തഖാഫിയുടെ കഥ ഒരു ചരിത്രകഥ മാത്രമല്ല, അത് നമ്മളോടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ചുറ്റും അനീതി കാണുമ്പോൾ വെറുതെ സഹതപിച്ച് മാറി നിൽക്കാനാണോ നമ്മൾ തീരുമാനിക്കുന്നത്? അതോ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകുമോ? ഇനി നിങ്ങൾ കർബല എന്ന് കേൾക്കുമ്പോൾ ആ ദുരന്തത്തോടൊപ്പം എല്ലാവരും നിശബ്ദരായപ്പോൾ നീതിക്കു വേണ്ടി വാളേന്തിയ ഈ മനുഷ്യനെയും ഓർക്കണം.